ലാൻഡ് കാട്ടിൽ പുലർച്ചെ ആയതേ ഉള്ളായിരുന്നു. ലാലു കോഴിയുടെ ദേഹത്ത് സൂര്യന്റെ കിരണങ്ങൾ വീണു. അവൻ കണ്ണു തുറന്നു. അയ്യോ, ഈ സൂര്യൻ എന്തിനാ രാവിലെ എത്രയും നേരത്തെ എണീക്കുന്നേ? ഇവനത് അറിയില്ലേ കോഴികൾ കൂവിയാലാണ് സൂര്യൻ എണീക്കേണ്ടതെന്ന്? നിങ്ങൾ കോഴികളൊക്കെ മടിയന്മാരായിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും സൂര്യൻ നേരത്തെ എണീക്കുന്നത്. നീ വല്ലാതെ സംസാരിക്കണ്ട. കോഴി അപ്പൊ തന്നെ ചാടി ഒരു കല്ലിലിരുന്നു കൂവാൻ തുടങ്ങി. അതെ, എന്തിനാ ചുവന്ന കോഴി ഇത്രയും നേരത്തെ കൂവുന്നത്? ഞാനൊന്ന് ഉച്ചവരെ മയങ്ങാൻ പോവായിരുന്നു. ആണോ? നിങ്ങൾ ഉച്ചവരെ കിടന്നുറങ്ങിയാലേ ഉച്ചവരെ ഞങ്ങൾ എന്താ പട്ടിണി കിടക്കണോ? നിങ്ങൾ എണീറ്റ് പോയി ആഹാരം തപ്പിയിട്ട് വാ. ഭക്ഷണം തേടാൻ വേണ്ടി ഞാനെന്തിനാ ഒറ്റയ്ക്ക് പോകുന്നത്? നിനക്കും എന്റെ കൂടെ വരാൻ പാടില്ലേ? ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വന്ന ഈ പിള്ളേരെ ആര് നോക്കും മനുഷ്യ? മീങ്കു നോക്ക്, അമ്മ ഇതെന്താ പറയണേ? നമ്മളെ നോക്കുന്നത് അമ്മയാണെന്ന്. അച്ഛാ, അച്ഛൻ പോയി കഴിയുമ്പോ അമ്മ നേരെ ബുൽബുൽ ചിറ്റയുടെ വീട്ടിൽ പോകും. എന്നിട്ട് അവിടെ ചെന്ന് അവിടുത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വൈകുന്നേരം വരെ സമയം കളയും. അസത്തെ മിണ്ടാതിരുന്നൂടെ നിങ്ങക്ക്? അപ്പുറത്ത് ചോട്ടുമാനും ഉറക്കത്തിന്ന് എണീറ്റു. മമ്മി, എന്താ ഈ രാവിലെ തന്നെ? ഞാൻ ആലോചിക്കുന്നത് ഇതാണ്. നമുക്കൊരിക്കലും വിശന്നിരുന്നില്ലെങ്കിൽ, രാവിലെ ആയില്ലെങ്കിൽ, രാത്രി ആയില്ലെങ്കിൽ ജീവിതം എന്ത് രസമായേനെ. നമുക്ക് ഉറങ്ങിയാൽ മാത്രം മതി, സമാധാനമായിട്ടിരിക്കാം. എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല, ഭക്ഷണം തേടി പോകേണ്ട ആവശ്യവും ഇല്ല. ഒരു ദിവസം മിങ്കു കൊക്ക് ഈ കാട്ടിൽ വന്നു. എന്ത് വൃത്തിയില്ലാത്ത കാടായത്. ഇവിടെയുള്ള മൃഗങ്ങൾക്ക് വൃത്തിയൊന്നുമില്ലേ? അവൻ ആ കാട്ടിൽ 2 ദിവസം നിന്നു. കാട്ടിലെ മൃഗങ്ങളുടെ മടിയൻ സ്വഭാവം കണ്ട് അവന് സങ്കടം വന്നു. കൊക്ക് നേരെ രാജാവായ ഷേർഖാന്റെ അടുത്ത് പോയി. എന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നീ എന്താണ് പറഞ്ഞു വരുന്നത് കൊക്കെ? ഞാൻ എല്ലാവരുടെ അടുത്ത് ചെന്ന് ഇത് പറയാനോ? മടി മാറ്റിയിട്ട് കഷ്ടപ്പെടാൻ പറയാനോ? പിന്നെ കാട് വൃത്തിയാക്കാൻ പറയണോ? പക്ഷേ ഞാൻ എല്ലാ മൃഗങ്ങളുടെയും വീട്ടിലേക്ക് ചെന്ന് ഇത് പറയണമെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ വളരെ ക്ഷീണിതനായിരിക്കും. എനിക്ക് ചിന്തിക്കാൻ കുറച്ച് സമയം താ. കുറച്ച് സമയമല്ലേ? ശരി, അങ്ങ് ഒരു ദിവസത്തെ സമയം എടുത്തോളൂ. എന്നിട്ട് നാളെ രാത്രിയോടെ തന്നെ ഈ ജോലി നമുക്ക് തുടങ്ങണം. എന്തു ഒരു ദിവസവും? കുറഞ്ഞത് 2-3 വർഷത്തെ സമയമെങ്കിലും താ സഹോദര. എന്റെ ദൈവമേ, ഈ കാട്ടിലെ രാജാവ് വരെ വലിയ മടിയനാണല്ലോ. ഈ കാട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊക്ക് തടാകത്തിന്റെ അടുത്ത് പോയിരുന്നു. തടാകത്തിന്റെ അകത്തും കുറെ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു. കൊക്കിനാകെ വിഷമമായി അവിടെ നിന്ന് നടന്നു. അവൻ ഈ കാടിനെ വിട്ടു പോകാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അതിനു മുമ്പ് പെട്ടെന്ന് അവൻ എന്തോ ഒന്ന് ചിന്തിച്ചു. മാന്ത്രിക ജലദേവത. പെട്ടെന്ന് അവന്റെ മുഖത്ത് ചിരി വന്നു. വൈകുന്നേരം ആയപ്പോൾ ലാലു കോഴിയുടെ അടുത്ത് വന്നു. കല്ലിൽ കയറിയിരുന്നു നിലവിളിക്കാൻ തുടങ്ങി. എല്ലാവരും കേൾക്കൂ, ഡ്രീം ലാൻഡ് കാട്ടിലെ എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കൂ. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും പക്ഷികളും രാജാവായ ഷേർഖാനും അവിടെ വന്നു. എന്താ പറയാനുള്ളത്? എന്തിനാ രാവിലെ തന്നെ ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഇത് പറയൂ. നിങ്ങളിൽ ആർക്കൊക്കെ ഇത് വേണം? ആർക്കൊക്കെയാണ് ആഗ്രഹമുള്ളത് ഒരു ജോലിക്കും പോവാതെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ? ഞങ്ങൾ എല്ലാവർക്കും അങ്ങനെയുള്ള ജീവിതമാണ് വേണ്ടത്. അപ്പോഴേക്കും ഷേർഖാൻ അത്ഭുതത്തോടെ ചോദിച്ചു, അങ്ങനെ പറ്റുമോ? ഇന്നലെ വൈകുന്നേരം ഞാൻ കുളക്കരയിൽ ഇരിക്കുമ്പോൾ ഒരു മാന്ത്രിക ജലദേവത പ്രത്യക്ഷപ്പെട്ടു. അവരെന്നോട് പറഞ്ഞു, ഞാൻ ഈ കാട്ടിലെ മൃഗങ്ങൾക്ക് ഒരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ആർക്കും എന്തു വേണമെങ്കിലും ചോദിക്കാം, അവരെന്താഗ്രഹവും സാധിച്ചു തരും. ഇത് കൊള്ളാലോ. എങ്കിൽ ഞങ്ങൾ എല്ലാവരും അവരോട് ഇത് ചോദിക്കും, ഞങ്ങൾക്ക് ഒരിക്കലും ജോലി ചെയ്യേണ്ടി വരരുതെന്ന്. ഭക്ഷണം കഴിച്ചും കുടിച്ചും വിശ്രമിച്ചും സന്തോഷത്തോടെ ജീവിക്കണമെന്ന്. അതെ, ഞാനും അതുതന്നെ അവരോട് പറഞ്ഞത്. അപ്പം അവരെന്നോട് പറഞ്ഞു, എൻ്റെ 2 സഹോദരിമാരെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും ആഗ്രഹം സാധിച്ചു തരാമെന്ന്. എന്നാൽ അവരുടെ 2 സഹോദരിമാർക്കും വൃത്തിയും വെടുപ്പും ആവശ്യമാണ്. പിന്നെ മടിയന്മാരായ മൃഗങ്ങളെ അവർക്ക് ഇഷ്ടമല്ല. നിങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അവരറിഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ നിന്ന് പോവും. അതേ കൊക്കെ, ഇങ്ങനെ ഒരു അവസരം പാഴാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആ ജലദേവതയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ കാടിന്റെ രൂപം തന്നെ മാറ്റാൻ ഞങ്ങൾ തയ്യാറാ. പ്രിയപ്പെട്ട കാട്ടുവാസികളെ, നമ്മളെല്ലാവരും കഠിനാധ്വാനം ചെയ്യാതെ ജീവിതം നയിക്കണമെങ്കിൽ
കുറച്ച് ദിവസത്തേക്ക് കഷ്ടപ്പെടുക. നമുക്ക് ഈ കാടൊന്ന് വൃത്തിയാക്കാം. കഷ്ടപ്പെട്ട് തന്നെ ഭക്ഷണം കഴിക്കാം. അതെ, ഷേർഖാൻ, ഞങ്ങളെല്ലാരും അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ എല്ലാ മൃഗങ്ങളും കാട് വൃത്തിയാക്കാൻ മുതിർന്നു. അതുകൂടാണ്ട് എല്ലാവരും നേരത്തെ എണീക്കും. സമയത്ത് ആഹാരം തപ്പാൻ പോകും. കഴിക്കുന്ന ആഹാരത്തിന്റെ ബാക്കി വലിച്ചെറിയാതെ ഒരു കൊട്ടയിന്റെ അകത്ത് അവര് മാറ്റിവെക്കും. അത് കാരണം കാടും നല്ല വൃത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റി. 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂട്ടം ചേർന്ന് മിങ്കു കൊക്കിന്റെ അടുത്തേക്ക് വരും. മിങ്കു കൊക്കെ, നീയല്ലേ പറഞ്ഞത് 3 ദിവസത്തിന് ശേഷം ജലദേവതകൾ ഇങ്ങോട്ട് വരുമെന്ന്? പറയൂ, അവരെന്താ ഇപ്പോഴും വരാത്തത്? നിങ്ങളെല്ലാവരും ഇത് കേൾക്കണം. ദിവസങ്ങൾക്ക് മുൻപ് ഈ കാട്ടിൽ മാലിന്യത്തിന്റെ ദുർഗന്ധം വമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പൂക്കളുടെയും മരങ്ങളുടെയും സുഗന്ധം പരക്കുന്നു. മാലിന്യം നിറഞ്ഞിരുന്ന കുളത്തിലെ വെള്ളം ഇപ്പോൾ വളരെ ശുദ്ധമാണ്. എന്നിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതം പാഴാക്കി ആരോഗ്യം നശിപ്പിക്കുകയാണ്. അതിപ്പോൾ ശരിയായില്ലേ? നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ഇത്രയും കിട്ടിയതിന് ശേഷം ഇനി ജലദേവതയുടെ ആവശ്യമുണ്ടോ? നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഞാൻ ജലദേവതയെക്കുറിച്ച് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ മടിയെല്ലാം മാറ്റിയത്. മാത്രമല്ല നമ്മുടെ കാടിനെ വൃത്തിയാക്കി സൂക്ഷിക്കാൻ തയ്യാറായത്. ഒരുമിച്ച് എല്ലാവരും ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടത്. ഇത് കേട്ടപ്പോൾ എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഞെട്ടലായി. കൊക്കിനോടുള്ള ദേഷ്യം അവർക്ക് കൂടി കൂടി വന്നു. നീ ഞങ്ങളെ എല്ലാവരെയും വിഡ്ഢികളാക്കിയല്ലേ? നീ നോക്കിക്കോ, ഞങ്ങൾ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഷേർഖാനും ബാക്കിയുള്ള മൃഗങ്ങളും പക്ഷികളോടും ചർച്ച ചെയ്തു. കൊക്കിനെ ഒരു കൂട്ട് തടങ്കിലാക്കി. കൊക്കിന് അവൻ ചെയ്ത കാര്യത്തിന് കുറ്റബോധം തോന്നി. അടുത്ത ദിവസം 2 ആൾക്കാർ കാട്ടിലേക്ക് വന്നു. ദൈവമേ, ഈ മനുഷ്യന്മാരിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? അല്ല രാജേഷ്, നീയല്ലേ പറഞ്ഞത് ഈ കാട് വളരെ വൃത്തികെട്ടതാണെന്ന്? കാട്ടിലെല്ലായിടത്തും മാലിന്യം കിടക്കുന്നതെന്ന്, ഇവിടെയുള്ള കുളം പോലും വൃത്തികേടാണെന്ന്. പക്ഷേ ഇത് വളരെ മനോഹരമായ വൃത്തിയുള്ള കാടാണല്ലോ. അല്ല, ഞാൻ കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ഇതൊരു വൃത്തികെട്ട കാടായിരുന്നു. ഇതെങ്ങനെ വൃത്തിയായെന്ന് മനസ്സിലായില്ല. നമ്മൾ ഈ കാട് വെട്ടിത്തെളിച്ച് ഇവിടെ റോഡ് പണിയാൻ വേണ്ടി വന്നതല്ലേ. പക്ഷേ ഇത്ര മനോഹരമായ കാട് വെട്ടിത്തെളിക്കാൻ സർക്കാർ നമുക്ക് പെർമിഷൻ തരില്ല. വരൂ വരൂ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇതും പറഞ്ഞ് അവരവിടെന്ന് പോയി. രാജാവായ ഷേർഖാൻ എല്ലാ മൃഗങ്ങളെയും പക്ഷികളെ ഒരുമിച്ച് ചർച്ചയ്ക്ക് വിളിച്ചു. മൃഗങ്ങളെ, കൊക്ക് നമ്മളോട് നുണ പറഞ്ഞിട്ട് ഈ കാട് വൃത്തിയാക്കിച്ചു. പിന്നെ കഠിനാധ്വാനത്തെക്കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കി. അതിലൊരു തെറ്റുമുള്ളതായി തോന്നുന്നില്ല. ഇന്ന് നമ്മുടെ കാട് വൃത്തിയും വെടിപ്പും ഇല്ലാത്തതായിരുന്നെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഇത് നശിപ്പിക്കാൻ തയ്യാറാവുമായിരുന്നു. ഇത് വൃത്തിയും വെടിപ്പുള്ളതായതുകൊണ്ട് അവർ തിരിച്ചുപോയി. ദൈവമേ, അപ്പോൾ നമ്മളെല്ലാവരും ഈ കാട്ടിൽ സുരക്ഷിതരായിരിക്കാൻ കാരണം കേവലം ആ ചെറിയ മിങ്കു കൊക്കാണല്ലേ? അങ്ങനെ കൊക്കിനെ അവർ തുറന്നു വിട്ടു. എന്നിട്ട് അവനോട് ചെയ്ത തെറ്റിന് മാപ്പും ചോദിച്ചു. പ്രിയപ്പെട്ട കൊക്കെ, ഇന്ന് ഞങ്ങൾ മടിയൊക്കെ മാറ്റി ഇപ്പൊ ഈ കാട് എങ്ങനെയാണോ കാണുന്നത് അതേപടി ഈ കാടിനെ ഞങ്ങൾ നിലനിർത്തുന്നതാണ്. ഞങ്ങൾക്ക് മനസ്സിലായി, കഠിനാധ്വാനം കൊണ്ട് പ്രയോജനം മാത്രമേ ലഭിക്കൂ, നഷ്ടമൊരിക്കലും ഉണ്ടാവില്ലെന്ന്. ഇത് കേട്ടപ്പോ കൊക്കിന് ഒരുപാട് സന്തോഷമായി. എല്ലാ മൃഗങ്ങളും ചേർന്ന് തടാകത്തിന്റെ അടുത്ത് തന്നെ അവനൊരു വീട് വെച്ചു കൊടുത്തു. അതിലവൻ സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങി.